BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തിൽ CPIക്ക് വഴങ്ങേണ്ടതില്ലെന്ന തീരുമാനമായി CPM. എന്നാൽ പദവി കിട്ടിയേ തീരുവെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകേണ്ടതില്ലെന്നാണ് CPIയുടെ തീരുമാനം. ഇരുവിഭാഗവും കടുംപിടുത്തം തുടർന്നാൽ പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ ഇന്നും തീരുമാനമുണ്ടാകില്ലെന്നാണ് വിവരം. TP രാമകൃഷ്ണൻ CPI നേതാക്കളെ ഉച്ചയ്ക്ക് മുൻപ് കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കുറച്ചു സമയം കയറി നിന്നതിന് ശേഷമാകും LDF കൺവീനർ MN സ്മാരകത്തിലെത്തുക. ഉപനേതാവ് പദവി നൽകാനാകില്ലെന്ന CPM നിലപാട് CPI നേതൃത്വത്തെ TP രാമകൃഷ്ണൻ അറിയിക്കുകയും ചെയ്യും. കടുംപിടുത്തം ഉപേക്ഷിക്കണമെന്ന ആവശ്യം TP രാമകൃഷ്ണൻ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെക്കുമെന്നാണ് വിവരം. എന്നാൽ പ്രതിപക്ഷ ഉപനേതാവ് പദവി കിട്ടിയേ തീരുവെന്ന മുൻ നിലപാട് CPI ആവർത്തിക്കും. CPM സെക്രട്ടേറിയറ്റും CPI എക്സിക്യൂട്ടീവ് ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള നീക്കങ്ങളിൽ നിന്ന് തന്നെ ചർച്ച ചെയ്യുമെന്നും റിപ്പോർട്ടുണ്ട്. ഉപനേതാവ് പദവി ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ലെങ്കിലും ഇക്കാര്യം CPIയെ ബോധ്യപ്പെടുത്തുവാൻ അനുനയിപ്പിക്കാനാണ് CPM ലക്ഷ്യമിടുന്നത്. അതേസമയം ഇന്ന് നടക്കാനിരിക്കുന്ന CPI ഉഭയകക്ഷി ചർച്ചയിൽ നിന്നാണ് TP രാമകൃഷ്ണൻ പറഞ്ഞത്. LDF കൺവീനർ എന്ന നിലയിലാണ് ബിനോയ് വിശ്വത്തെ കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് കക്ഷി നേതാക്കളെയും കാണുന്നുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് വിവാദത്തിൽ TP രാമകൃഷ്ണൻ അതിർത്തി പരസ്യമാക്കി കഴിഞ്ഞു. പുറത്ത് സംവാദം ഉണ്ടാകേണ്ട കാര്യമില്ല, ഉപനേതാവ് പദവി എന്നായിരുന്നു പ്രതികരണം. പരസ്പരം കൂടിയാലോചനയിലൂടെ ധാരണയിലെത്തുമെന്നാണ്, അതിനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും LDF കൺവീനർ പറഞ്ഞിരുന്നു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ തർക്കമില്ലെന്നും ആ സ്ഥാനം CPIക്ക് അവകാശപ്പെട്ടതാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. കീഴ്വഴക്കം പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ആർക്കും കഴിയില്ലെന്നും എല്ലാ കീഴ്വഴക്കങ്ങളും മാറ്റേണ്ടി വന്നാൽ മാറ്റിയേ തീരുവെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. കീഴ്വഴക്കമല്ല, രാഷ്ട്രീയവും LDFും ഒന്നിച്ചു പോകുമെന്നാണ് വലുതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരത്തെ യോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പരസ്യ പ്രതികരണം. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെങ്കിൽ സ്ഥാനങ്ങൾ പങ്കുവെക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ഓർമ്മപ്പെടുത്തലും ബിനോയ് വിശ്വം നടത്തിയിരുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.